എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു മികച്ച രീതിയിൽ പവർഫുള്ളായ രീതിയിൽ എങ്ങനെ തൊഴിൽ രഹിതരാവാം എന്നുള്ളതിനെ കുറിച്ചാണ്. അൺഎംപ്ലോയബിൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് രീതിയിലാണ് പൊതുവെ എല്ലാവരും ചിന്തിക്കുക, അല്ലേ? പക്ഷെ രണ്ട് തരത്തിലുള്ള അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്. ഒന്ന്, നമ്മൾ വളരെ ലേസി ആയതുകൊണ്ട്, ഇൻകോമ്പിറ്റൻ്റ് ആയതുകൊണ്ട്, നമുക്ക് കാര്യമായിട്ട് സ്കില്ലൊന്നും ഇല്ലാത്തത് കൊണ്ട്, എന്തെങ്കിലുമൊക്കെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള മടിയുള്ളത് കൊണ്ട്, ഡിസിപ്ലിനായിട്ട് ഒരു ജോലിക്ക് പോകാനുള്ള കഴിവില്ലാത്തത് കൊണ്ട്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ആയതുകൊണ്ട് നമ്മളാരും ഹയർ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ അൺഎംപ്ലോയബിൾ ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാനായിട്ട് ഒരു ജോലിയുടെ ആവശ്യമില്ല എന്നുള്ള മൈൻഡ് സെറ്റുള്ള ആളുകളുണ്ട്. ലോകത്ത് എപ്പോഴും പവർഫുള്ളായ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 9 to 5 ജോബിന് പോയിട്ട് ഹൈ സാലറി മേടിക്കുന്ന ആളുകളല്ല. മറിച്ച് വീട്ടിലിരുന്ന് തന്നെ തനിക്ക് ഇഷ്ടമുള്ളിടത്ത് താമസിച്ച് തനിക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ പണം കണ്ടെത്താൻ കഴിയുന്ന ആളുകളാണ് എപ്പോഴും പവർഫുള്ളായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരിക്കലും ജോലിക്ക് പോകുന്നവർ മോശമാണ് എന്നല്ല പറയുന്നത്. പക്ഷെ നമുക്ക് ജോലിക്ക് പോകാതെ തന്നെ ജീവിക്കാനുള്ള പണം ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ, അതിനുള്ള സ്കില്ലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളാണ് മികച്ചു നിൽക്കുന്നത്. നമ്മൾ ചെറുപ്പം തൊട്ടേ ചെന്ന് പെടുന്ന ഒരു ലൂപ്പുണ്ട്. നമുക്ക് ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമുണ്ട്. ചെറുപ്പത്തിൽ നന്നായി പഠിക്കുക, വലുതാകുമ്പോൾ ഒരു നല്ല ഫേമിൽ ജോലി കിട്ടുക, അതിനുശേഷം 40 വയസ്സ് വരെ കഠിനാധ്വാനം ചെയ്യുക, അതിനുശേഷം റിട്ടയർഡ് ആവുക, പിന്നെ റിട്ടയർഡ് ആകുമ്പോൾ കിട്ടുന്ന പണം കൊണ്ട് ബാക്കിയുള്ള ജീവിതം ജീവിക്കുക. അങ്ങനെയുള്ള ഒരു ലൈഫാണ് സക്സസ്ഫുള്ളായ ലൈഫ് എന്നാണ് നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ 90% പേരും കരുതുന്നത്. അല്ലാതെ വീട്ടിലിരുന്ന് അവനവൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ജീവിക്കുന്ന ആളുകളെ വല്ല പണിക്കും പോടാ എന്നൊക്കെ പറയുന്ന ആളുകളാണ് ഭൂരിഭാഗം ഉള്ളത്. അവനൊരു പണിയില്ല, ചുമ്മാ ഇരിക്കുകയാണ് എന്നുള്ള രീതിയിലാണല്ലേ മറ്റുള്ളവരുടെ കണ്ണിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്നവർ, കഠിനാധ്വാനം ചെയ്യുന്നവർ, അവർക്ക് എത്ര കുറച്ച് പൈസ കിട്ടിയാലും കുഴപ്പമില്ല, ആ രാവിലെ എണീറ്റ് പോകുന്നുണ്ട്, വൈകുന്നേരം വരെ എന്തൊക്കെയോ പണിയെടുത്ത് വരുന്നുണ്ട്, മാസം എന്തൊക്കെയോ തുക കിട്ടുന്നുണ്ട്, അങ്ങനെയുള്ളവരെയാണ് സക്സസ്ഫുള്ളായിട്ട് കാണുന്നത്. അല്ലാതെ അവനവൻ്റെ ഇഷ്ടത്തിന് സുഖമായിട്ട് അവനവന് ഇഷ്ടമുള്ളിടത്ത് ഇരുന്നിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അങ്ങനെ ജീവിക്കുന്ന ആളുകളെ ആർക്കും ഇപ്പം നമ്മളോട് അവർ പണമൊന്നും കടം ചോദിക്കുന്നുണ്ടായിരിക്കില്ല, അവരവരുടെ പൈസ കൊണ്ട് തന്നെ ആയിരിക്കും ജീവിക്കുന്നുണ്ടായിരിക്കുക. പക്ഷേ എന്നാലും അയാളൊരു കഠിനാധ്വാനം ചെയ്യുന്നത് കാണുന്നില്ല, കഷ്ടപ്പെടുന്നത് കാണുന്നില്ല. അപ്പം അങ്ങനെയുള്ളവരെ കാണുമ്പോൾ അത് അൺഎംപ്ലോയിഡ് ആണ്, അവന് എന്താണ് പഠിക്കൊന്നും പോകുന്നില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തോടെ എന്നുള്ള രീതിയിൽ ഇവിടുത്തെ മോശമായിട്ട് കാണുന്ന ആളുകളുണ്ട്. ഈ ചിന്താഗതിയൊക്കെ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമുക്കൊരു സ്കില്ലുണ്ടെങ്കിൽ, നമുക്കൊരു ഫേമിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ജീവിക്കാൻ എന്നുണ്ടെങ്കിൽ, നമ്മൾ ഉറങ്ങുമ്പോഴും പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അസറ്റ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ 9 to 5 ജോബിന് പോയിട്ട് കഷ്ടപ്പെടുന്നതിൻ്റെ ആവശ്യം എന്താണ്? നമുക്കൊരു ലൊക്കേഷൻ ഫ്രീഡം ഉണ്ടായിരിക്കില്ല, ഇന്നും രാവിലെ എഴുന്നേൽക്കുന്നു പോകുന്നു, അങ്ങനെ ഒരു യന്ത്രം പോലെ ജീവിച്ചു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ചെയ്തതിൽ തെറ്റൊന്നുമില്ല. നമുക്ക് വേറെ സ്കില്ലൊന്നും ഇല്ലെങ്കിൽ, അല്ലാതെ പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം നമ്മുടെ മുന്നിലില്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് തിരക്കേടൊന്നുമില്ല. പക്ഷേ അതില്ലാതെ അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ഫേമിൻ്റെ അണ്ടറിൽ അവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, ബോസിൻ്റെ ചീത്ത കേട്ടുകൊണ്ട്, ഓഫീസ് പൊളിറ്റിക്സിനെ അതിജീവിച്ചുകൊണ്ട്, വളരെയധികം വർക്ക് സ്ട്രെസ്സും അത് കഴിഞ്ഞ് വീട്ടിലെ ടെൻഷനും എല്ലാം കൂടി ആയിട്ട് കഷ്ടപ്പെടുന്ന മനുഷ്യന്മാരുണ്ടെങ്കിൽ അവരെ സക്സസ്ഫുള്ളായി കാണുകയും, അല്ലാതെ ഇതൊന്നും ഇല്ലാതെ സുഖമായിട്ട് ജീവിച്ചു പോകുന്ന ആളുകളെ വളരെ മോശപ്പെട്ട ആളുകളായി കാണുകയും ചെയ്യുന്ന ഒരു ചിന്താഗതിയൊക്കെ മാറേണ്ട സമയമായിരിക്കുന്നു. ഇപ്പോൾ വരുന്ന ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്നത് എങ്ങനെ ഒരു നല്ല കമ്പനി ജോലി കിട്ടാം എന്നുള്ളതല്ല. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ ചിന്തിക്കുന്നത് നമുക്ക് ലൊക്കേഷൻ ഫ്രീഡം ഉണ്ടാവണം, നമുക്ക് ഒരു ബോസിൻ്റെ ആവശ്യമില്ല, നമ്മളെ കൺട്രോൾ ചെയ്യുന്ന, നമ്മളെ നിയന്ത്രിക്കുന്ന, നമ്മളെ വഴക്ക് പറയാൻ അധികാരമുള്ള ഒരാളുടെ കീഴിലല്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് ഭൂരിഭാഗം ന്യൂ ജനറേഷൻ കുട്ടികളും ചിന്തിക്കുന്നത്. അപ്പോൾ അതിലൊന്നൊരു തെറ്റും കാണേണ്ടതില്ല. കൂടുതൽ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, എന്നിട്ട് എങ്ങനെയാണ് അസറ്റ്സ് ബിൽഡ് ചെയ്യുന്നതെന്ന് പഠിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക, മൾട്ടിപ്പിൾ ഇൻകം സ്ട്രീംസ് ഉണ്ടാക്കുക. നമുക്ക് ആസ്ട്രേലിയയിലിരുന്നോ ആഫ്രിക്കയിലിരുന്നോ നമ്മുടെ വീട്ടിൽ ബെഡ്റൂമിലിരുന്നിട്ടോ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കണം, നമുക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കണം. നമ്മൾ കണ്ടൻ്റായി ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പോൾ ഇതിനെയും കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ നമ്മളൊരു കമ്പനിയിൽ പോയിട്ട് വളരെയധികം കഷ്ടപ്പെട്ടിട്ട് ഈ 24 hours ജോലി ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു തുക ശമ്പളമായിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ അപ്പോൾ ഇപ്പോഴുള്ള ഈ പീസ് ഓഫ് മൈൻഡ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. ചിലർക്ക് ജോലിക്ക് പോകുക എന്നുള്ളത് ഒരു നെസസിറ്റി ആയിരിക്കും, അവർക്ക് വേറെ വഴിയില്ലായിരിക്കും.
പക്ഷെ ചിലർക്ക് പോണോ വേണ്ടേ എന്നുള്ളത് ഓപ്ഷണൽ ആയിരിക്കും, അവരുടെ ചോയ്സ് ആയിരിക്കും. ഇഷ്ടമുണ്ടെങ്കിൽ പോവാം, ഇഷ്ടമില്ലെങ്കിൽ പോകണ്ട എന്നുള്ള രീതിയിൽ അവരവരുടെ ജീവിതത്തിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തെ കൺട്രോൾ ചെയ്യാനും നിങ്ങൾക്ക് ലൊക്കേഷൻ ഇൻഡിപെൻഡൻ്റ് ആവാനും ഒക്കെ കഴിയുകയാണെങ്കിൽ നമുക്ക് വേറൊരാളുടെ അണ്ടറിൽ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെയുള്ള ഒരു രീതിയിൽ അങ്ങനെയുള്ള ഒരു ജീവിതം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ അതും സക്സസ്ഫുള്ളായ ഒരു ജീവിതം തന്നെയാണ് തീർച്ചയായും.